നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ചെറിയൊരു വരയിലൂടെ. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാരൊക്കെ തന്നെ 2-3 മണിക്കൂർ നിന്ന് ഘോരഘോരം പ്രസംഗിച്ചാൽ പോലും ജനങ്ങൾ ശ്രദ്ധിക്കാത്ത ആശയം ഒരു ചെറിയ ഓട്ടംതുള്ളലിലൂടെയോ ഒരു 15 മിനിറ്റുള്ള തെരുവ് നാടകത്തിലൂടെയോ ഒരു പാട്ടിലൂടെയൊക്കെ തന്നെ നമുക്ക് അന്ന് ഈ പ്രസംഗത്തിന് കേൾക്കുന്നതിനേക്കാൾ പ്രസംഗം കേൾക്കുമ്പോൾ ആൾക്കാർ അപ്പം തന്നെ കാറിൻ്റെ ഗ്ലാസ് ഇട്ട് പോകുമെങ്കിൽ ഇതൊരു കലാരൂപത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ടെൻഷനുമില്ലാതെ വളരെ കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ 10,000 രൂപ മുടക്കി ഒരു പൊതുയോഗം നടത്തുന്നതിനേക്കാൾ അതേ ആശയം ഒരു ഓട്ടംതുള്ളലിലൂടെയോ ഒരു പാട്ടിലൂടെയോ നാടകത്തിലൂടെയോ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കാർട്ടൂണിനും. അതിനേക്കാൾ ആഴമുണ്ട്, ശക്തിയുണ്ട്, വളരെ സ്മൂത്തായിട്ട് കാര്യം നടക്കും, ഒരു ടെൻഷനുമില്ല, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റു തിരക്കുകളൊന്നുമില്ല, പല സ്ഥലത്തൊന്നും അതോറിറ്റിയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ഇടപെടാൻ സാധിക്കുന്നത്. കുറച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ രൂക്ഷമാണ് വെള്ളത്തിൻ്റെ പ്രതിസന്ധി. അത് കുറച്ച് കൂടുതൽ സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ കോർപ്പറേഷന് സാധിക്കുന്നത് വാട്ടർ അതോറിറ്റി, വെള്ളയമ്പലം, PTP പോലുള്ള വെൻഡിങ് പോയിന്റുകൾ കൊണ്ടുവന്ന വെള്ളം അവരുടെ പൈപ്പിൻ്റെ എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ടാണ് വീടുകളിലെത്താത്തത്. അതിന് അവരുമായി സംസാരിച്ച ധാരണയിലെത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാ വാർഡുകളിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ കോർപ്പറേഷൻ്റെ ചെലവിലൊരു ടാങ്കറും ശുദ്ധജലവും സൗജന്യമായി കൊടുക്കുകയാണ്. അവിടുത്തെ കൗൺസിലറേയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറേയുമാണ് അതിൻ്റെ മേൽനോട്ടത്തിന്. ആ വാഹനം തിരിച്ചു വരണ്ട, അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി, കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വന്നാൽ മതി. പക്ഷേ ഇങ്ങനൊരു പരിഹാരം ഉണ്ടാക്കുമ്പോൾ ഇട റോഡുകളിൽ, അതായത് സൈക്കിളോ ഓട്ടോയോ സ്കൂട്ടറോ മാത്രം പോകുന്ന റോഡുകളിൽ ടാങ്കർ കയറില്ല. അവിടുത്തെ പ്രതിസന്ധി ചെറിയ പെട്ടി ഓട്ടോയോ അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സ് ആലോചിച്ചിട്ട് എന്തെങ്കിലും സംവിധാനം ഒരുക്കണം. അതിനും വേണ്ടിയുള്ള എക്സ്പെൻസ് വരുമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ പുറകെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് പോകും. മുതിർന്ന നേതാക്കന്മാരിരിക്കുന്നതുകൊണ്ട് അതിന് മുമ്പ് ഇറങ്ങി പോകുന്നതിലൊരു അനൗചിത്യമുണ്ട്. എങ്കിലും എല്ലാവരുടെയും പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഈ പരിപാടി കാണാനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മേയർ വേദി വിട്ട് പോകുന്നതിന് മുമ്പ് കാർട്ടൂണിസ്റ്റ് മന്ത്രിയുടെ മരുമകൾ അല്ലി അറിയാം.